ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഈ ഒരു വ്ളോഗ് എൻ്റെ വീക്കിലി ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു സ്കിൻ കെയർ വ്ളോഗാണേ. ഇത് അത്യാവശ്യം സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പ്രക്രിയ ആയതുകൊണ്ട് തന്നെ ഞാൻ പകൽ ചെയ്യാറില്ല. കാരണം പിള്ളേരുള്ളപ്പോൾ അത് നടക്കത്തില്ല. അതുകൊണ്ട് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് രാത്രിയിലാണ് ഞാൻ എൻ്റെ വീക്കിലി സ്കിൻ കെയർ എപ്പോഴും ചെയ്യാറ്. മാഡം ഇവിടെ കിടന്ന് നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് എഴുന്നേറ്റായിരുന്നു. അപ്പോൾ പിന്നെ ഒന്ന് കിടത്തി വർക്ക് ചെയ്താൽ അതിന് കുറച്ച് നേരത്തെ എന്നെ ഡിസ്റ്റർബ് ചെയ്യത്തില്ലെന്ന് വിചാരിക്കുന്നു. ലൂക്കാച്ചനും കിടന്നുറങ്ങി. അപ്പോൾ എൻ്റെ പരിപാടിയൊക്കെ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന കാര്യം ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യും. ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ആവി പിടിക്കുന്നുണ്ട്. അത് കുറച്ചായിട്ടേ ഞാനിപ്പോൾ അത് ചെയ്യുന്നുള്ളൂ. കാരണം മുന്നേ ഒന്നും എനിക്കത്ര ബ്ലാക്ക് ഹെഡ്സ് അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷേ എനിക്കിപ്പം ബ്ലാക്ക് ഹെഡ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. വൈറ്റ് ഹെഡ്സ് നമ്മുടെ താടിയുടെ അവിടെ ഉണ്ടല്ലോ, അവിടെ കുറച്ച് വൈറ്റ് ഹെഡ്സാണ് എപ്പോഴും ഉണ്ടാവാറ്. അതാണ് ഞാൻ കളയാറുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് മൂക്കിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം ബ്ലാക്ക് ഹെഡ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആവി പിടിച്ച് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് കളയാൻ എളുപ്പമാണല്ലോ. സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി പ്രൊഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. ചില പ്രൊഡക്റ്റ്സ് ഒന്നും എനിക്കങ്ങനെ പറ്റത്തില്ല. അങ്ങനെ കുറേ ഫേസ് വാഷും സിറമൊക്കെ വാങ്ങിച്ചിട്ട് വെറുതെ യൂസ് ചെയ്യാതെ വെക്കുന്നതുകൊണ്ട് ഞാൻ അധികം പ്രോഡക്റ്റ്സ് ഒന്നും ഇപ്പോൾ വാങ്ങാറുമില്ല, യൂസ് ചെയ്യാറുമില്ല. സാധാരണ ഞാൻ ഡെയിലി ഞാൻ ചെയ്യുന്നത് ഫേസ് വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ഇനി അടുത്ത് ഞാൻ ഫേസ് ഷേവ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ ഷേവ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ ഹെയർ നന്നായിട്ട് ഗ്രോ ചെയ്യുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്കിന്ന് കുറച്ചുകൂടി ഗ്ലോ ആവുന്ന പോലെയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലേക്ക് നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മുടെ സ്കിന്നിലേക്ക് അത് വലിച്ചെടുക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മെയിനായിട്ടും നമ്മൾ ഡ്രൈ സ്കിന്നിൽ ചെയ്യാൻ പാടില്ല. ഞാൻ ഒന്നുകിൽ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ അലോവേര ജെൽ, ഈ രണ്ടിന് ഏതെങ്കിലും വെച്ചിട്ടാണ് ഞാൻ ഷേവ് ചെയ്യാറുള്ളത്. അത് നന്നായിട്ട് ഹാർഡായിട്ട് ചെയ്യാനും പാടില്ല, സോഫ്റ്റായിട്ട് ചെയ്യാനും പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് സ്ക്രാച്ച് വരും, മുറിവൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാവും. നമ്മളെപ്പോഴും ഷേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഹെയറിൻ്റെ ഗ്രോ ചെയ്യുന്ന ഭാഗത്തേക്ക് വേണം ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം സ്കിന്നൊക്കെ ഇച്ച് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ കുരുക്കൾ വരാനൊക്കെ ചാൻസ് ഉണ്ടാവും. ഇതൊരു ഫേസ് സ്ക്രബാണ്. ഇത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. അതായത് ഇപ്പോൾ ഉണ്ടാക്കിയൊരു സ്ക്രബാണ്. നമ്മുടെ കോഫി പൗഡറും കുറച്ച് അരിപ്പൊടിയും പിന്നെ ഇച്ചിരി പാലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സ്ക്രബാണ്. ഇത് നന്നായിട്ട് തേച്ചിട്ട് ഒരു 1 മിനിറ്റോളം നമ്മളൊന്ന് ജെൻറ്റിലായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അരിപ്പൊടി മാത്രമായിട്ട് നമുക്ക് സ്ക്രബിന് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ അരിപ്പൊടി അതിലേക്ക് ഇച്ചിരി തേനും കൂടി ഇട്ടിട്ട് ഒരു സ്ക്രബായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അല്ലാതെ അരിപ്പൊടി അതിലേക്ക് ഇച്ചിരി കടലപ്പൊടിയും പിന്നെ പാലോ അല്ലെങ്കിൽ തേനോ അങ്ങനെ ഒഴിച്ചിട്ട് അങ്ങനെ ഞാൻ സ്ക്രബ് ഉണ്ടാക്കാറുണ്ട്. കോഫി പൗഡർ അല്ലെങ്കിൽ നമുക്കൊരു പെട്ടെന്നൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരുന്നൊരു പ്രൊഡക്റ്റാണല്ലോ. അപ്പോൾ പെട്ടെന്നൊരു ഗ്ലോ കിട്ടണമെങ്കിൽ നമ്മൾ കോഫി പൗഡറും ഇത്തിരി ഹണിയും ഇച്ചിരി തൈരും അതും കൂടെ തേച്ച് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഗ്ലോ ഫീൽ ചെയ്യും. ഒരു 1 മിനിറ്റോളം ഞാൻ സ്ക്രബ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതൊരു പിൽഗ്രിമിൻ്റെ ഗോൾഡൻ മാസ്കാണ്. അതൊന്നും ഞാൻ ഇടുന്നുണ്ട്. നല്ല ഗോൾഡൻ കളറാണ്, നല്ല തിളങ്ങുന്നുണ്ടായിരുന്നു. മറ്റേ എന്താ പറയുക, ഗ്ലിറ്റർ ഇട്ട പോലെ അത് നന്നായിട്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ഇന്ന് ഇത് ഇട്ട് നോക്കുന്നത്. വാങ്ങിയിട്ട് ഇതുവരെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്ലൈ ചെയ്യുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടെന്ന്. ഈ കാണിക്കുന്ന പ്രൊഡക്റ്റൊക്കെ ഞാൻ സ്മിട്ടനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. സ്മിട്ടനിൽ നമുക്ക് ട്രയൽ പാക്സ് കിട്ടുമല്ലോ. അപ്പോൾ എൻ്റെ ഇപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഓരോ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ അതെനിക്ക് സ്യൂട്ടാവാതെ പോകാറുണ്ട്. അപ്പോൾ അത് വേസ്റ്റ് ആവത്തില്ലേ. അപ്പം ഞാൻ ഇപ്പോൾ അങ്ങനെ സ്മിട്ടനിൽ നിന്ന് ഓരോ സാധനങ്ങളിങ്ങനെ ട്രയൽ പാക്കിന് മേടിക്കും. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിലാണല്ലോ കിട്ടുക. അപ്പോൾ അതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാനതിൻ്റെ ബിഗർ സൈസ് വാങ്ങിക്കും. അങ്ങനെ ഞാൻ സ്മിട്ടനിൽ നിന്ന് ഈ ഒരു സിറം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിപ്പോൾ ഓരോ സ്കിന്നിൻ്റെയാണ്. എൻ്റെ സ്കിന്നിന് ആദ്യമൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട്. പിന്നെ ചെറിയ പിമ്പിൾസൊക്കെ വന്ന് അത്യാവശ്യം നല്ല പിമ്പിൾസൊക്കെ വരാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു.
അപ്പം വേറെ ആർക്കെങ്കിലും ചിലപ്പോൾ അത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് പ്രശ്നം ഉണ്ടാകത്തില്ല. അങ്ങനെ മാസ്ക് ഇട്ട് കഴിഞ്ഞ് നല്ലൊരു ഗോൾഡൻ ഫേസ് ആയിട്ടുണ്ട് ഇപ്പോൾ. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ ബേണിങ് പോലെയൊന്നും തോന്നിയിട്ടില്ല. ചെറിയൊരു കൂളിംഗ് എഫക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനൊരു 20 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഫേസ് മാസ്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോവാണ്. മേല് മാത്രമേ കഴുകുന്നുള്ളൂ. ഹെയർ ഞാൻ മോർണിംഗ് വാഷ് ചെയ്തതാണ്. ഞാൻ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ഈ ടൈമിലൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉണങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇനി അടുത്ത് നമ്മുടെ ഫേസ് ഷീറ്റ് മാസ്കാണ്. ഇത് റൈസിൻ്റെ ആണ്. എനിക്ക് റൈസിൻ്റെ പ്രൊഡക്റ്റെല്ലാം അത്യാവശ്യം ഓക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ മാമാഅർത്തിൻ്റെ റൈസ് ഫേസ് മാസ്കും മോയ്സ്ചറൈസറും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിറം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ലൊരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രോഡക്റ്റിനെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടല്ല, വേറെ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്യാനുള്ളൊരു ആഗ്രഹമുണ്ടല്ലോ. അതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പം വേറെ ബ്രാൻഡിൻ്റെ ഒക്കെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ഈ മാസ്ക് ഓപ്പൺ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അത് തുറന്ന് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് കീറിപ്പോകുന്ന പോലെയൊക്കെ വന്നു. ഇതെനിക്ക് ചെറുതാണോ വലുതാണോ എന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നമ്മുടെ പിരികത്തിൻ്റെ അവിടെയൊക്കെ കവറായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അത്യാവശ്യം നല്ല മോയ്സ്ചറൈസിങ് ആട്ടോ ഇത്. നന്നായിട്ടുണ്ട് ഇതിന്. ആ എന്താ പറയുക, ജെല്ലാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ആ ഒരു സംഗതി അത് നന്നായിട്ടുണ്ട്. അതിൽ ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ടായിരുന്നു. ഇത് ഞാനൊരു അരമണിക്കൂർ ഫേസിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് മാറ്റിയിട്ട് ഞാൻ വാഷ് ചെയ്തില്ല. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തു. നല്ല മോയ്സ്ചറൈസിങ് അല്ലേ, അതുകൊണ്ട് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുത്തു. പിന്നെ ഈ സിറം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് പിൽഗ്രിമിൻ്റെ റെഡ് വൈൻ എന്ന് പറഞ്ഞൊരു സിറമാണ്. ഇത് കുറച്ച് ദിവസമായി ഞാൻ യൂസ് ചെയ്യുന്നു. അത്യാവശ്യം നല്ല സിറം. എനിക്ക് കുഞ്ഞു പിമ്പിൾസ് ഉണ്ടല്ലോ, നമ്മുടെ വലിയ പിമ്പിൾസ് അല്ല, ചെറിയ ഇങ്ങനെ പിമ്പിൾസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ എനിക്ക് 2-3 യൂസ് ചെയ്തപ്പോൾ തന്നെ അത് പോയി. അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ്. എനിക്കിത് ഞാൻ സത്യമായിട്ട് പറയാം, എനിക്കിത് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ആ പിമ്പിൾസൊന്നും ഒരിക്കലും പോകാത്തൊരു പിമ്പിൾസാണ്, അതൊക്കെ പോയിട്ടുണ്ട്. അടുത്തത് മോയ്സ്ചറൈസിങ് ആണ്. ഇത് ഡോട്ട് ആൻഡ് കിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ്. എനിക്ക് വേറെ പ്രശ്നമൊന്നും ഈ പ്രോഡക്റ്റിൽ വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഒരു അണ്ടർ ഐ ക്രീമാണ്. എൻ്റെ കണ്ണിന് ചുറ്റും നല്ല ബ്ലാക്ക് വന്നിട്ടുണ്ട്. മെയിനായിട്ട് ഇത് ഉറക്കത്തിൻ്റെയാണ്. ഇത് തേച്ചിട്ട് പോകുമെന്ന് എനിക്കറിയത്തില്ല, ഉറക്കം ശരിയാവാത്തതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ട് നന്നായിട്ട് അണ്ടർ ഐയിൽ നല്ല ബ്ലാക്ക് വന്നിട്ടുണ്ട്. മുകളിലൊക്കെ നല്ല ബ്ലാക്ക് വന്നിട്ടുണ്ട്. ഇത് തേച്ച് നോക്കാം, പോകില്ലെന്ന് അറിയത്തില്ല. ഉറക്കത്തിൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ട് അറിയില്ല. ഇപ്പോൾ ലാസ്റ്റായിട്ട് ലിപ് ബാമും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇനി ലാസ്റ്റ് എൻ്റെ മുടി ഒന്ന് കെട്ടി വയ്ക്കട്ടെ. കിടക്കുന്നതിന് മുന്നേ ഇപ്പം ഞാനിങ്ങനെ മുടി പിന്നിട്ടിട്ടാണ് കിടക്കുന്നത്. പിന്നിട്ടിട്ട് ഇങ്ങനെ കെട്ടി വയ്ക്കും. ഭയങ്കര ടൈറ്റായിട്ട് പിന്നില്ല, ഇച്ചിരി ലൂസായിട്ട് പിന്നിയിടും. അതാകുമ്പോൾ രാവിലത്തേക്ക് നമുക്ക് ജടയൊന്നും ഉണ്ടാവത്തുമില്ല. മുടി കൊഴിയുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു വീക്കിൽ എൻ്റെ സ്കിൻ കെയർ പരിപാടിയെല്ലാം കഴിഞ്ഞു. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.